403 രൂപ മുടക്കി ജോമോന്റെ സുവിശേഷത്തിന്റെ ആദ്യ ഷോ കണ്ട് തലസ്ഥാനത്തെ ഏരീസ് പ്ലസിൽ നിന്നും പുറത്തിറങ്ങിയപ്പോൾ ഉറങ്ങിപ്പോയില്ലല്ലോ എന്ന ആശ്വാസം മാത്രമായിരുന്നു ബാക്കിയായത്. സത്യനന്ദിക്കാടും ദുൽഖർ സൽമാനും ഒരു മാസം നീണ്ട സിനിമാ വരൾച്ചയും മാത്രമായിരുന്നു ആദ്യ ഷോയ്ക്ക് തന്നെ കയറാൻ പ്രേരിപ്പിച്ചത്. സത്യനോട് ദേഷ്യവും ദുൽഖറിനോട് സഹതാപവും സമരം മൂലം കൊതിയോടെ കാത്തിരുന്ന പ്രേക്ഷകർ എന്തു ഭണ്ഡാരമാണെങ്കിലും പോയി കാണും എന്നതുകൊണ്ട് ഇത് ക്ലച്ച് പിടിച്ചേക്കുമെന്ന ആശ്വാസവും മാത്രമാണ് ഇപ്പോൾ ബാക്കിയാവുന്നത്. ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രശ്നം മലയാള സിനിമ ഉണ്ടായപ്പോൾ മുതൽ ആരംഭിച്ച അതിസാധാരണമായ കാമ്പും കഴമ്പുമില്ലാത്ത കഥയാണ്. കഷ്ടതകളും യാതനകളും സഹിച്ചു വളർന്ന ഒരു മുതലാളി, കഴുത്തറുപ്പന്മാരും പിടിച്ചുപറിക്കാരുമായ മക്കളും ബന്ധുക്കളും, കരുണാമയിയായ ഒരു മരുമകൾ, മുതലാളിയായ പിതാവിനേക്കാൾ വലിയ മുതലാളിച്ചയുടെ മകളെ പ്രേമിക്കുന്ന ഉഴപ്പനായ ഒരു ഇളയ മകൻ, ഉഴപ്പനെ സ്നേഹിക്കുന്ന ഒരു ഇളയ സഹോദരി, എന്നും ദാസ്യപ്പണിയെടുത്ത് ജീവിക്കുന്ന ഒരു നല്ല സമരിയാക്കാരൻ, നേരം വെളുത്തു തീരും മുമ്പ് എല്ലാം ധിം തരികിടതവുമായി തീരുന്ന മുതലാളിക്ക് ഉയരത്തെഴുന്നേൽക്കാൻ അവസരമൊരുക്കുന്ന ഉഴപ്പനായ മകൾ. തീർന്നു ജോമോന്റെ സുവിശേഷത്തിന്റെ കഥ. സിനിമാറ്റോഗ്രാഫിയും എഡിറ്റിംഗും ഒക്കെ മികച്ചത് തന്നെയായിരുന്നു. ഹാസ്യ ചിത്രം എന്ന് പറഞ്ഞിറങ്ങിയ ചിത്രത്തിൽ ചുണ്ടൊന്നനങ്ങാൻ വൈദേഹി എന്ന കഥാപാത്രത്തിന്റെ പാലുകാച്ചൽ ചടങ്ങിൽ അച്ഛനും മകനും എത്തിയപ്പോൾ മാത്രമായിരുന്നു. തറവളിപ്പ് എന്ന വൃത്തികേടിലേക്ക് ഒരിടത്തും പോയില്ല എന്ന ആശ്വാസം മാത്രം ബാക്കിയാവുന്നുണ്ട്. വഴിയെ പോയ ഒരു ഫ്രഞ്ചുകാരിയെ സത്യനന്ദിക്കാട് ഈ സിനിമയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ആ തള്ളയുടെ കലിപ്പ് അഭിനയം അടിപൊളിയായി. ഇന്നസെന്റും വിനു മോഹനും മുത്തുമണിയും ഒക്കെ ഉണ്ടെങ്കിലും ആരും മനസ്സിൽ തങ്ങുന്നില്ല. അക്കരെ കാഴ്ചയിലെ ആരും മറക്കാത്ത ഗ്രിഗറിയും ഇവിടെ വേഷം കിട്ടുകയാണ്. ഇവിടെയെങ്ങും നടിമാരില്ലാത്തത് കൊണ്ടാണോ തെന്നിന്ത്യൻ നടിയായ ഐശ്വര്യ രാജേഷിനെ രണ്ടാമത്തെ നായികയാക്കി കൊണ്ടുവന്ന സംശയം സ്വാഭാവികം. സൗന്ദര്യം കൊണ്ടോ അഭിനയം കൊണ്ടോ ഒരു മികവും പുലർത്താത്ത വൈദേഹി എന്ന കഥാപാത്രത്തെ നായികയാക്കാൻ ദുൽഖറിനെ പോലെ ഒരു നടൻ സമ്മതിച്ചു എന്ന് കേൾക്കുമ്പോഴാണ് ആ നടനോട് സ്നേഹം തോന്നുന്നത്. എന്നാലും എൻ്റെ ദുൽഖർ ബ്രോ, നിങ്ങൾ എന്തിനാണ് വിഡ്ഢിവേഷം കെട്ടാൻ നിന്നുകൊടുത്തത്? ഷോ കഷ്ടമായി പോയല്ലോ. മറുനാടൻ മലയാളി എന്റർടൈൻമെന്റ് ഡെസ്ക്.